ടി.പി. സെൻകുമാർ വിഷയം വന്ന അന്നു മുതൽ പ്രതിപക്ഷം വിടാതെ അതിൻ്റെ പിന്നാലെ തന്നെയാണ്. എന്നാൽ സെൻകുമാറിന് കസേര കിട്ടിയിട്ടും അത് കെട്ടടങ്ങുന്നില്ല. കാരണം ആ പിഴയാണ്. വിധി പ്രഖ്യാപിച്ചതിന് പിന്നാലെ 25,000 രൂപയും കോടതിയിൽ അടയ്ക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവാണ് വിഷയം. അത് മുഖ്യമന്ത്രി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തടയ്ക്കണമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അങ്ങനെയൊരു പിഴ ഇല്ല എന്നാണ് പിണറായി മുഖ്യനും ബാലൻ മന്ത്രിയും പറയുന്നത്. പിന്നെ ഞങ്ങൾ സഖാക്കന്മാരാണെങ്കിൽ ഒരു കോടതിയിലും മാപ്പ് പറയില്ലെന്നും മുഖ്യനും ബാലേട്ടനും വ്യക്തമാക്കുന്നു. ഇത് അടിയോടടിക്ക് കാരണമായി. ആ വിധിയിൽ പറ്റിയ പാളിച്ചകൾ വല്ലതും ചൂണ്ടിക്കാണിച്ചിട്ടാണോ ഈ പെറ്റീഷൻ കൊടുത്തത്? അതുകൊണ്ടാണ് സുപ്രീം കോടതി 5-ാം തീയതി നടത്തിയ വിധിയിൽ പറഞ്ഞിട്ടുള്ളത്, ദി അപ്ലിക്കേഷൻ ഈസ് ഡിസ്മിസ്ഡ് വിത്ത് വിഡ്രോൺ വിത്ത് ദ കോസ്റ്റ് ഓഫ് ₹25,000 ടു ബി പെയ്ഡ് ടു ദ സുപ്രീം കോർട്ട് ലീഗൽ സർവീസസ് കമ്മിറ്റി വിത്തിൻ എ വീക്ക് ഫ്രം ടുഡേ ഫോർ യൂട്ടിലൈസേഷൻ ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ഇഷ്യൂസ്. ഇതാണ് സാർ സുപ്രീം കോടതിയുടെ 5-ാം തീയതി ഉണ്ടായ ജഡ്ജ്മെന്റ്. അപ്പോൾ 25,000 രൂപ പിഴ ചുമത്തേണ്ടി വന്നതിനെ കുറിച്ച് പിറ്റേ ദിവസം സാർ മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലില്ലേ സാർ, മാതൃഭൂമി അടി കിട്ടി ഒപ്പിട്ടു. എന്നാൽ വിചാരണ സമയത്ത് സുപ്രീം കോടതി വിശദീകരണ ഹർജി തള്ളുകയും അതിൽ 25,000 രൂപ സുപ്രീം കോടതിയുടെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ അടക്കാനും ജുവനൈൽ ജസ്റ്റിസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചത്. ഇവിടെ ആരോപിച്ച പ്രകാരം പിഴ വിധിച്ചിട്ടില്ല. അയ്യോ, ഭായിയുടെ കാശ് നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരം കൊണ്ടേ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ? ഇങ്ങോട്ട് എഴുതേക്കടാ ചതിയ. അത് നോക്കി എന്റെ വോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്. ഈ സാബാണൊരു പാവമാണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി ഒരുതരം വീണടത്ത് കിടന്ന ഉരുളുന്നതിന് സമാനമാണ് സാർ. അദ്ദേഹത്തിന് ഒരു കാര്യവും ശ്രീ കെ മുരളീധരൻ ഇവിടെ ഉന്നയിച്ച ഒരു കാര്യത്തിനും മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം സോളാർ കേസും ലാവ്ലിൻ കേസും കൂടെ പറയുമെന്നാണ് സാർ ഞാൻ കരുതിയത്. അത് അദ്ദേഹം ഏതായാലും പറഞ്ഞില്ല. സാർ, ഈ തിരുവിതാംകൂർ ഭാഗത്ത് രാജഭരണകാലത്ത് പണ്ടൊരു ശിക്ഷയുണ്ടായിരുന്നു, അടിയും കൊടുക്കുക പുളിയും കുടിക്കുക. സാർ, അടി കിട്ടിയത് മാത്രമല്ല, ഇപ്പൊ പുളിയും കൂടെ കുടിച്ചിരിക്കുകയാണ് സാർ ഈ സർക്കാർ. സാർ, ഇത് നേരെ ചൊവ്വേ പോകുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ സാർ ആദ്യം ഈ വിധി വന്ന് അന്ന് ഇത് നടപ്പാക്കിയാൽ പോരെ സാർ. പിഴ അല്ലെങ്കിൽ ഫൈൻ അത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടേ ഇല്ല. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെന്താ സാർ, സംഭാവനയാണോ സാർ? സാർ, കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ജസ്റ്റിസ് ജുവനൈൽ കേസുകൾക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഇത് കരുതുന്നതെങ്കിൽ ദയവായി അത് അങ്ങയുടെ പോക്കറ്റിൽ നിന്ന് അങ്ങ് കൊടുക്കണം. കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ ഇത് കൊടുക്കാൻ പാടില്ല. കേരളത്തിലെ ജനങ്ങളുടെ നിലയിൽ ഇത് കെട്ടിവെക്കാൻ പാടില്ല. സാർ, ഇത് സാർ വീണടത്ത് കിടന്ന് ഉരുളുക മാത്രമല്ല സാർ, അപമാനഭാരം കൊണ്ട് കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും തല കുനിയുന്ന സംഭവമാണ് സാർ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സാർ, ഒരു തരത്തിലുള്ള കോർട്ടലക്ഷ്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇത് കോർട്ടലക്ഷ്യത്തിന്റെ ഭാഗമായി ഉണ്ടായ നടപടിയേ അല്ല. എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000 രൂപ. സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞാ എപ്പ തരും എന്ന് പറയാ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാണ്ടല്ലോ? ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. സാർ, സെൻട്രൽ കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോയും കളിപ്പിക്കുന്ന പോലെ സുപ്രീം കോടതിയെ കളിപ്പിക്കാൻ പറ്റുമോ സാർ? പിഴ അല്ലെങ്കിൽ ഫൈൻ അത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടേ ഇല്ല. സാബ് വിഷമിക്കുന്നു വേണ്ട. ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ പോയിട്ട് വന്നേക്കാം. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ പ്രഹരം. അങ്ങ് തെറ്റിദ്ധരിക്കേണ്ട, അങ്ങയുടെ മുഖത്ത് തന്നെ ഏറ്റ അടിയാണ് മിസ്റ്റർ പിണറായി വിജയൻ. ഒരു സംശയം വേണ്ട. അത് അങ്ങ് മനസ്സിലാക്കി അങ്ങ് നാളത്തെ അങ്ങയുടെ നടപടികൾ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സർ, മുഖത്ത് അടി കിട്ടിയത് പിണറായി വിജയനല്ല, അടിയോടടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ചർച്ചയുടെ രൂപവും ഭാവവും കണ്ടിട്ട് ഇത് ഒരു നടക്കൊന്നും തീരില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതവിടെ നിൽക്കട്ടെ.
ഇനിയൊരു ഇടവേളയിലേക്ക് കൂടി കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ മുകേഷ് കഥ പറയുമ്പോൾ.